ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററാണ്. ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമുക്ക് ചുറ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെ നമുക്ക് കാണാൻ പറ്റും. ഈ സബ്സ്റ്റൻസുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം കൊണ്ടാണ്. 2 ആറ്റം ചേർന്നിട്ടാണ് മോളിക്യൂൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടായിരിക്കും ഒരു എലമെൻറ്റിലെ ആറ്റം വേറൊരു എലമെൻറ്റിലെ ആറ്റവുമായി ഡിഫറെൻ്റ് ആയിരിക്കുന്നത്? ആറ്റംസ് എന്ന് പറയുന്നത് ഡിവിസിബിൾ ആണോ? നമുക്കൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. ഒരു ആക്ടിവിറ്റിയിലൂടെ നമുക്ക് മാറ്ററിലുള്ള പാർട്ടിക്കിൾസിൻ്റെ നേച്ചറിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡ്രൈ ഹെയറിനെ കോംബ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു കോംബ് പേപ്പർ പീസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? അവിടെ ഒരു അട്രാക്ഷൻ നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് 2 ഒബ്ജക്റ്റുകൾ തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ അവിടെ ഒരു ചാർജ് ഉണ്ടാവും. എങ്ങനെയാണ് ഇതുപോലൊരു ചാർജിങ് അവിടെ നടക്കുന്നത്? നമുക്കറിയാം, ആറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? ആറ്റം എന്ന് പറയുന്നത് ഡിവിസിബിളാണ്. അപ്പം ആറ്റത്തിൽ എന്തൊക്കെയാണുള്ളത്? പാർട്ടിക്കിൾ എയും ഉണ്ട്, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എയും ഉണ്ട്, ബിയും ഉണ്ട്. 19th സെഞ്ച്വറിയിൽ ഒരു കണ്ടുപിടുത്തം നടന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടുത്തമാണ് അവിടെ നടന്നിരിക്കുന്നത്? അവിടെ ഡിസ്കവർ ചെയ്തു, ആറ്റം എന്ന് പറയുന്നത് ഓർഡിനറി ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ അല്ല, അതിൽ അറ്റ്ലീസ്റ്റ് ഒരു സബ് ആറ്റോമിക് പാർട്ടിക്കിളെങ്കിലും ഉണ്ട്. ആ ഒരു സബ് ആറ്റോമിക് പാർട്ടിക്കിളിനെ ഇലക്ട്രോൺ എന്ന് വിളിക്കുന്ന പഠിച്ചു. 1886 ഗോൾഡ്സ്റ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ് വേറൊരു സബ് ആറ്റോമിക് പാർട്ടിക്കിളിനെ കണ്ടുപിടിച്ചു. ആ പാർട്ടിക്കിളിൻ്റെ ചാർജും ഇലക്ട്രോണിൻ്റെ ചാർജും ഈക്വലാണ്. അതിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്. ഇദ്ദേഹം കണ്ടുപിടിച്ച സബ് ആറ്റോമിക് പാർട്ടിക്കിളിൻ്റെ മാസ് എന്ന് പറയുന്നത് 2000 ടൈംസ് മോറാണ് ഇലക്ട്രോണിനേക്കാളും. ഈ ഒരു പാർട്ടിക്കിളിന് പ്രോട്ടോൺ എന്ന പേര് നൽകി. ഈ ഒരു ആറ്റത്തിൽ പ്രോട്ടോണും ഇലക്ട്രോണും ഉണ്ടെന്ന് കണ്ടെത്തി. അപ്പോൾ ഇത് വെച്ചിട്ട്, ഈ ഒരു സബ് ആറ്റോമിക് പാർട്ടിക്കിൾ വെച്ചിട്ട് എങ്ങനെയാണ് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുക എന്നുള്ളത് കുറേ സയൻറ്റിസ്റ്റുകൾ കുറേ മോഡൽസുകൾ പ്രപ്പോസ് ചെയ്തു. അങ്ങനെ ഒരു മോഡലാണ് ജെ തോംസൺ അറ്റോമിക് മോഡൽ. ഈ ഒരു അറ്റോമിക് മോഡലിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഇതൊരു സ്പിയറിൻ്റെ ഷേപ്പ്, അതായത് വാട്ടർ മെലനുമായിട്ടാണ് ഇദ്ദേഹം ഈ ഒരു അറ്റോമിക് മോഡലിനെ കമ്പയർ ചെയ്ത്. ഒരു സ്പിയറിൻ്റെ മേലെയായിട്ട് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഉള്ളിൽ നെഗറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പിയറിൻ്റെ ഉള്ളിലുള്ള നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു വാട്ടർ മെലൻ്റെ ഈ ഒരു കുരുക്കളായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ജെ തോംസൻ്റെ അറ്റോമിക് മോഡലിൽ ഡീറ്റെയിൽ ആയി പഠിക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി എന്താണെന്നുള്ള മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റത്തെ പറ്റിയാണ്. പക്ഷേ സ്ട്രക്ചർ ഓഫ് ആറ്റത്തെ പറ്റി പഠിക്കുന്നതിൻ്റെ മുമ്പ് നമ്മളെന്താണ്, ഡാൾട്ടൻ്റെ തിയറി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്നിട്ട് നമ്മൾ ഓരോ മോഡൽസും, ഓരോ സയൻറ്റിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന മോഡൽസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒന്നുമില്ല, ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു 6 പോയിൻറ്റ്സ് ആണ് ഈ ഒരു ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതായത് ഫസ്റ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത് സ്മോൾ പാർട്ടിക്കിൾസ് കൊണ്ടാണ്. ആ ഒരു സ്മോൾ പാർട്ടിക്കിളിനെയാണ് ആറ്റം എന്ന് പറയുന്നത്. എന്താണ് മാറ്റർ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. നമ്മൾ 8th സ്റ്റാൻഡേർഡിലെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ ഡീറ്റെയിലായി പഠിച്ചിട്ടുണ്ട് എന്താണ് മാറ്റർ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മാറ്ററിനെ പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൻ്റെ ഒരു വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട്, അത് നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മാറ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഓരോ കാര്യങ്ങൾ ക്ലിയർ ആവും. അതുപോലെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ആറ്റംസ് എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആണ്. എന്താണ് ഇൻഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ? അതായത് കെമിക്കൽ റിയാക്ഷൻ്റെ സമയത്ത് നമുക്ക് ആറ്റത്തിന് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇൻഡിവിസിബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഓൾ ആറ്റംസ് ഓർ പർട്ടിക്കുലർ എലമെൻറ്റ് ഷെയർ ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡിങ് വെയ്റ്റ്. അതായത് ഒരു പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ എല്ലാ ആറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഷെയർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ വെയ്റ്റ് അടക്കം. അപ്പോൾ ഇതെന്താണ് കാര്യം എന്നൊക്കെ നമുക്ക് പീരിയോഡിക് ടേബിൾ പഠിക്കുന്ന സമയത്ത് ഒന്നും കൂടി ക്ലിയർ ആവും. ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ് കണ്ടെയ്ൻ ഡിഫറെൻറ്റ് മാസ്.
അതായത് എന്താണ്, ഡിഫറെൻ്റ് എലമെൻറ്റിൻ്റെ ആറ്റത്തിൽ എന്താണ് ഡിഫറെൻ്റ് മാസ്സാണ് ഉണ്ടാവുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ടേക്ക് പാർട്ട് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിളാണ് ആറ്റം എന്ന് പറയുന്നത്. ആറ്റം എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിൽ പറയുന്നത്. അപ്പോൾ അറ്റോമിക് തിയറീനെ പറ്റി ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയല്ലോ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 6 പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റം, അതായത് ഓരോരോ സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്ത സ്ട്രക്ചർ ഓഫ് ആറ്റത്തെ പറ്റി നമുക്ക് പഠിക്കാം. ഇപ്പം ഡാൾട്ടൻ്റെ തിയറി പ്രകാരം ആറ്റംസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിവിസിബിൾ ആണ്. ഇൻഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കത് സ്മോളർ പാർട്ടിക്കിളാക്കി മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഡാൾട്ടൻ്റെ തിയറിക്ക് ശേഷം സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ഡിസ്കവറി നടന്നു. അപ്പോൾ ഈ സബ് ആറ്റോമിക് പാർട്ടിക്കിളിൻ്റെ ഡിസ്കവറി നടന്നപ്പോൾ ഈ ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഈ ഒരു സബ് ആറ്റോമിക് പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട ആവശ്യകത വന്നു. അങ്ങനെയാണ് ഓരോ അറ്റോമിക് സ്ട്രക്ചർ ഡിഫറെൻ്റ് സയൻറ്റിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നത്. അതിലാദ്യമാത്തതാണ് ജെ തോംസൺ അറ്റോമിക് മോഡൽ. ജെ തോംസൺ എന്ന സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്ത മോഡലാണ് തോംസൺ അറ്റോമിക് മോഡൽ എന്ന് പറയുന്നത്. ഈ ഒരു അറ്റോമിക് മോഡലിൽ ഇലക്ട്രോൺസും അതുപോലെ തന്നെ പ്രോട്ടോൺസും ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്, ന്യൂട്രോൺസ് ഇല്ല. ഈ ഒരു തോംസൺ അറ്റോമിക് മോഡലിൽ പോസിറ്റീവ് ചാർജുള്ള ഒരു സ്പിയറിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ എംബഡ് ചെയ്തിട്ടാണുള്ളത്. ഈ ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും എന്ന് പറയുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ ഒരു ആറ്റം എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. ഈ ഒരു തോംസൺ മോഡൽ എന്ന് പറയുന്നത് ക്രിസ്മസ് പുഡിങ്ങിന് സിമിലർ ആയിട്ടാണ് അദ്ദേഹം കമ്പയർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു ക്രിസ്മസ് പുഡിങ്ങിൽ ഡ്രൈ ഫ്രൂട്ട് പോലെ എന്നാണ് അദ്ദേഹം ഈ ഒരു പോസിറ്റീവ് സ്പിയറിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് എംബഡ് ചെയ്തതിനെ പറ്റി കമ്പയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാട്ടർ മെലനുമായിട്ടും ഈ ഒരു മോഡൽ കമ്പയർ ചെയ്തിട്ടുണ്ട്. എഡിബിൾ പാർട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള സ്പിയറും അതുപോലെ ബ്ലാക്ക് സീഡ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ രീതിയിലാണ് അദ്ദേഹം കമ്പാരിസൺ നടത്തിയിരിക്കുന്നത്. ഈ ഒരു മോഡലിൽ അദ്ദേഹം ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയും അതുപോലെ ആറ്റത്തിൻ്റെ ന്യൂട്രൽ സ്വഭാവത്തെ പറ്റിയും വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മോഡലിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. ആ ഡ്രോബാക്സ് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ ഈ ഒരു തോംസൺ മോഡൽ ഓഫ് ആറ്റത്തെ പറ്റിയൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു അനിമേറ്റഡ് വീഡിയോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ആ ഒരു കാര്യം കാണുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാവും. ഈ ഒരു മോഡലിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഒരു മോഡലിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഒരുപാട് സയൻറ്റിസ്റ്റുകൾ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു സയൻറ്റിസ്റ്റായിരുന്നു റുദർഫോർഡിൻ്റെ മോഡലിനെ പറ്റി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാം. റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിൽ എന്താണ്, ഈ ഒരു സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു, ഒരു നേർത്ത ഗോൾഡ് ഫോയിൽ പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിളിൽ പതിപ്പിച്ച് നടത്തിയ ഒരു എക്സ്പെരിമെൻ്റാണിത്. ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് എല്ലാ ആൽഫ പാർട്ടിക്കിളിനും ഫോയിലിലൂടെ ഡിഫ്ലക്റ്റ് കൂടാതെയാണോ കടന്നു പോയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ഡിഫ്ലക്ഷൻ, അതായത് ഈ ഗോൾഡ് ഫോയിലിലൂടെ കുറേ ഡിഫ്ലക്ഷൻ കാണാൻ സാധിക്കും. ആൽഫ പാർട്ടിക്കിളുടെ ഡിഫ്ലക്ഷൻ കാണാൻ സാധിക്കും. ചില ആൽഫ പാർട്ടിക്കിളുടെ ഡിഫ്ലക്ഷൻ സംഭവിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അതുപോലെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ പതിച്ചതിന് കാരണം എന്താണെന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒക്കെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഒബ്സർവേഷൻസ് എന്തൊക്കെയായിരുന്നു ആ ഒരു ഒബ്സർവേഷൻ? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഫോയിൽ വിത്തൗട്ട് അണ്ടർഗോയിങ് എനി ഡിഫ്ലക്ഷൻ.
ഒരു ഡിഫ്ലക്ഷനും കൂടാതെയാണ് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസും ഗോൾഡ് ഫോയിലിലൂടെ കടന്നു പോയിരിക്കുന്നത്. രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്താണ്? ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ അണ്ടർവെൻ ഡിഫ്ലക്ഷൻ ത്രൂ സ്മോൾ ആംഗിൾസ്. അതായത് കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് മാത്രം എന്താണ് ഒരു സ്മോൾ ആംഗിൾസിൽ ഡിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ മൂന്നാമത് കണ്ടെത്തിയ ഒരു ഒബ്സർവേഷൻ ആയിരുന്നു വെരി ഫ്യൂ വെർ ഡിഫ്ലക്റ്റഡ് ബാക്ക് ത്രൂ ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. അതായത് കുറച്ച് എണ്ണം ആൽഫ പാർട്ടിക്കിൾ മാത്രമാണ് തിരിച്ചിട്ട് ഡിഫ്ലക്റ്റ് ആയത് 90 ഡിഗ്രിയിൽ മോറായിട്ട്. അതായത് 180 ഡിഗ്രിയിലൊക്കെ ഡിഫ്ലക്റ്റ് ആയത് ഈ ഒരു കുറച്ച് പാർട്ടിക്കിൾ മാത്രമാണ്. അപ്പോൾ ഇത്രയും ഒബ്സർവേഷനാണ് ആ ഒരു സയൻറ്റിസ്റ്റ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒബ്സർവേഷനിൽ അദ്ദേഹം കുറേ നിഗമനത്തിലെത്തിയിട്ടുണ്ട്. എന്തൊക്കെ നിഗമനത്തിലാണ് എത്തിയത് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിളും പാസ് ചെയ്യുന്നുണ്ട്, ഗോൾഡ് ഫോയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, ഒരു ഡിഫ്ലക്ഷനും കൂടാതെ. അതെന്തുകൊണ്ടാണ്? അതായത് ഇവിടെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്റ്റി സ്പേസ്, ആറ്റത്തിൽ ഒരു സഫിഷ്യൻ്റ് ആയിട്ട് എംപ്റ്റി സ്പേസ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ആൽഫ പാർട്ടിക്കിളിൽ ഒരു ഡിഫ്ലക്ഷനും കൂടാതെ പോകുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഒബ്സർവേഷനാണ് ഒരു കുറച്ച് ആൽഫ പാർട്ടിക്കിൾ സ്മോൾ ആംഗിൾസിൽ ഡിഫ്ലക്റ്റ് ആവുന്നത് കാണാൻ പറ്റും. അതായത് ഇവിടെ നമുക്ക് എന്താണ് ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റ് ആകുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു പോസിറ്റീവ് ചാർജ്, ഈ ഒരു ആറ്റത്തിനുള്ളിലുള്ള ഒരു പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഡിഫ്ലക്റ്റ് ആകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സം ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഡിഫ്ലക്റ്റ് ആവുന്നുണ്ട്, തിരിച്ച് ഡിഫ്ലക്റ്റ് ആവുന്നുണ്ട്. എന്തുകൊണ്ട്? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഹെവി ആയിട്ടുള്ള പാർട്ടിക്കിളാണ്. ദിസ് കുഡ് നോട്ട് ബി ഡിഫ്ലക്റ്റഡ് ബാക്ക്. ദിസ് കുഡ് ബി ഡിഫ്ലക്റ്റഡ്, അത് തിരിച്ച് ഡിഫ്ലക്റ്റ് ആവും. എപ്പോഴാണ്? ഓൺലി വെൻ ദേ സ്ട്രൈക്ക് സം ഹെവിയർ ബോഡി ഇൻസൈഡ് ദ ആറ്റം. ആറ്റത്തിൻ്റെ ഉള്ളിൽ ഒരു ഹെവിയർ ബോഡി ഉണ്ടാകുമ്പോഴാണ് അത് ഡിഫ്ലക്റ്റ് ബാക്ക് ആകുന്നത്, തിരിച്ചു വരുന്നത്. സിൻസ് ദ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റ് ബാക്ക് വെരി സ്മോൾ. അപ്പോൾ എന്താണ് ഇവിടെ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഡിഫ്ലക്റ്റ് ആവുന്നത് വളരെ കുറച്ചാണ്. അതെന്താണ് അത് ഷോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഹെവി ബോഡി പ്രസൻറ്റ് ചെയ്യുന്ന, ആറ്റത്തിൻ്റെ ഉള്ളിൽ ഹെവി ബോഡി പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ചെറിയ ഒരു സ്മോൾ വോള്യത്തിൽ മാത്രമാണ് ഹെവി ബോഡി പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ഒരു കാര്യം കാണിക്കുന്നത്. ഈ ഒരു ഹെവിലി പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ബോഡീനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പോസിറ്റീവ് ചാർജുള്ള ഭാഗത്ത് തട്ടുമ്പോഴാണ്, ഈ ന്യൂക്ലിയസിൻ്റെ അടുത്ത് തട്ടുമ്പോഴാണ് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ ഡിഫ്ലക്റ്റ് ആവുന്നത്. ഈ ഒരു പോസിറ്റീവ്, ഈ ഒരു ആദ്യത്തെ കണ്ടീഷൻ എന്തായിരുന്നു? മോസ്റ്റ് ഓഫ് ദ ഭാഗവും എന്താണ് എംപ്റ്റി ആയതുകൊണ്ടാണ് ഈ ഒരു ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റ് ആവാതെ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ഇതിലെന്താണ് ചെറിയ തോതിൽ ഡിഫ്ലക്റ്റ് ആവുന്നുണ്ട്. അടുത്തതിൽ ഈ ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അത് ഡിഫ്ലക്റ്റ് ആയിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിൽ അദ്ദേഹത്തിൻ്റെ മോഡൽ ഈ ഒരു രീതിയിലായിരുന്നു. അതായത് ഇവിടെ എന്താണ് പ്രോട്ടോൺസിന് ചുറ്റുമായിട്ട് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു എന്നുള്ള ഒരു മോഡലായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? ന്യൂട്രോൺസിനെ കണ്ടുപിടിച്ചിട്ടില്ല. ജെയിംസ് ചാഡ്വിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ് പിന്നീട് ന്യൂട്രോൺസിനെ കണ്ടെത്തിയിരിക്കുന്നത്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വെരി സ്മോൾ സൈസാണ്. ആറ്റത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ സൈസാണ് ന്യൂക്ലിയസിനുള്ളത്, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു എൻറ്റയർ മാസും ഈ ഒരു ന്യൂക്ലിയസിലാണ് ഉണ്ടാവുക എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോൺസിൻ്റെ മാസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിളാണ്. അപ്പം ഇലക്ട്രോൺസിൻ്റെ മാസ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോട്ടോണിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ന്യൂട്രോൺസും പ്രോട്ടോൺസും ആണ് ഈ ഒരു ന്യൂക്ലിയസിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. പിന്നെ എന്താണ് ഈ ഒരു ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഇലക്ട്രോൺസ് റൗണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു റുദർഫോർഡ് മോഡലിൽ ഉള്ളത്. അപ്പോൾ ഈ റുദർഫോർഡ് മോഡലിനും കുറച്ചൊരു ഡ്രോബാക്ക് ഉണ്ട്. ആ ഡ്രോബാക്ക് എന്താണെന്നുള്ളത് അടുത്തതായിട്ട് പഠിക്കും. റുദർഫോർഡ് മോഡൽ എന്താണ്? റുദർഫോർഡ് മോഡലിൽ അദ്ദേഹം പറഞ്ഞു ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺസിൻ്റെ ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഒരു സർക്കുലർ മോഷനിലുള്ളത്. സർക്കുലർ മോഷനിലാവുമ്പോൾ അതിനെന്താണ് ഈ ഇലക്ട്രോണിന് ഒരു വെലോസിറ്റി ഉണ്ടാവും. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് അറിയാം. അതിന് ഡയറക്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ
ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവും. സർക്കുലർ മോഷനിലുള്ള ഇലക്ട്രോണിന് എന്താവും, ഈ അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് ആവും. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് ആകുമ്പോൾ അവിടെ എന്താണ്, ഒരു ഇലക്ട്രോണിന് ഒരു ആക്സിലറേഷൻ ഉണ്ടാവുകയും ഈ ഇലക്ട്രോൺസിൻ്റെ നെഗറ്റീവ് ചാർജാണുള്ളത്. അപ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിളിന് ആക്സിലറേഷൻ കിട്ടുകയാണെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക, റേഡിയേഷൻ ഉണ്ടാവും. റേഡിയേഷൻ ഉണ്ടാകുമ്പം എനർജി ലോസ് ഉണ്ടാവും. അപ്പോൾ എനർജി ലോസ് ഉണ്ടാകുമ്പോൾ ഈ ഇലക്ട്രോണിന് കറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ അതെന്ത് ചെയ്യും, ന്യൂക്ലിയസിലേക്ക് വീഴുകയാണ് ചെയ്യുക. പക്ഷേ ആറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, സ്റ്റേബിളാണ്. ഇപ്പോൾ നമുക്ക് ചുറ്റുമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും ആറ്റം എന്ന് പറയുന്നത് സ്റ്റേബിളാണ്. പക്ഷേ ഈ റുദർഫോർഡിൻ്റെ കൺസെപ്റ്റ് പ്രകാരം ആറ്റം എന്ന് പറയുന്നത് അൺസ്റ്റേബിളാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഇതെന്തുകൊണ്ടാണെന്നുള്ളത് റുദർഫോർഡ് മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ലേറ്ററായിട്ട് വന്നിട്ടുള്ള ബോർ മോഡലിൽ ഇതിൻ്റെ ഡ്രോബാക്സ് ഒക്കെ പരിഗണിച്ചിട്ട് അദ്ദേഹം ആ ഒരു മോഡലിൽ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് റുദർഫോർഡ് മോഡൽ എന്ന് പറയുന്നത് ഒരുവിധമൊക്കെ കറക്റ്റാണ്, പക്ഷേ ഈ ഒരു ഡ്രോബാക്ക് എന്തുകൊണ്ടാണുള്ളത് എന്നുള്ളത് പിന്നീട് വന്ന ആ സയൻറ്റിസ്റ്റാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. J.J. തോംസൺ എന്ന സയൻറ്റിസ്റ്റ് മുന്നോട്ട് വെച്ച സ്ട്രക്ചർ ഓഫ് ആറ്റമാണ് തോംസൺ അറ്റോമിക് മോഡൽ എന്ന് പറയുന്നത്. ഈ ഒരു മോഡലിൽ അദ്ദേഹം ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വാട്ടർ മെലണുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്പിയർ കൺസിഡർ ചെയ്യുക, അതായത് ഒരു പോസിറ്റീവ് ചാർജുള്ള ഒരു സ്പിയർ കൺസിഡർ ചെയ്യുക. അത് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വാട്ടർ മെലണിൻ്റെ സീഡ്സുമായിട്ടാണ് അദ്ദേഹം കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എംബഡഡ് ചെയ്തിട്ടാണുള്ളത് പോസിറ്റീവ് ചാർജിൻ്റെ സ്പിയറിന് ഓവറായിട്ട്. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഈക്വൽ ടു നെഗറ്റീവ് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. അതായത് ആറ്റം കൺസിസ്റ്റ് ഓഫ് പോസിറ്റീവ്ലി ചാർജ് സ്പിയർ ആൻഡ് the electron are embedded in it. Negative charge and the positive charge are equal in magnitude, so the atom ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഈ തോംസൺ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തത് പ്രസൻസ് ഓഫ് ഇലക്ട്രോൺസും അതുപോലെ ന്യൂട്രൽ നാച്ചർ ഓഫ് ആറ്റമാണ്. ഇത് ഇന്നഡിക്വേറ്റ് ആണ് എക്സ്പെരിമെൻ്റ് ഒബ്സർവേഷൻ മെയ്ഡ് ലേറ്റർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് പിന്നീടുള്ള ഒബ്സർവേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇന്നഡിക്വേറ്റ് ആണ്. പിന്നെ ഏണസ്റ്റ് റുദർഫോർഡ് എന്ന സയൻറ്റിസ്റ്റ് ആറ്റത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡീസ് നടത്തി. അദ്ദേഹം ഡിസൈൻ ചെയ്ത എക്സ്പെരിമെൻ്റാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഫാസ്റ്റായിട്ടുള്ള ഒരു ആൽഫ പാർട്ടിക്കിൾ ഉണ്ടാക്കിയിട്ട് ഗോൾഡ് ഫോയിലിൽ ഫാൾ ചെയ്യിപ്പിക്കാൻ നോക്കി. ഈ ഒരു ഗോൾഡ് ഫോയിൽ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അത് ഒരു 1000 ആറ്റത്തിൻ്റെ തിക്നെസ് മാത്രമാണ് ആ ഒരു ഗോൾഡ് ഫോയിലുള്ളത്. അതുകൊണ്ടാണ് ആ തിന്നായിട്ടുള്ള ഈ ഒരു ഗോൾഡ് ഫോയിൽ അദ്ദേഹം തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഈ ഒരു ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഡബ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഹീലിയം അയോൺസ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അതുപോലെ ഇതൊരു പോസിറ്റീവ് ചാർജാണ്. ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് 4u ആണ്. ഇതിനൊരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് എനർജി ഉണ്ട് ഈ ഒരു ആൽഫ പാർട്ടിക്കിളിന്. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഡിഫ്ലക്റ്റ് ചെയ്യും. സബ് ആറ്റോമിക് പാർട്ടിക്കിൾ, ഗോൾഡ് ആറ്റത്തിലുള്ള സബ് ആറ്റോമിക് പാർട്ടിക്കിൾ കൊണ്ട് ഈ ഒരു ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റ് ആവും. ആൽഫ പാർട്ടിക്കിൾ ഹെവി ആയതുകൊണ്ട് അവിടെ ലാർജ് ഡിഫ്ലക്ഷൻ ഉണ്ടായില്ല. ഈ ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റിലെ റുദർഫോർഡ് എക്സ്പെക്റ്റ് ചെയ്തത് തന്നെയാണോ ഉണ്ടായത്? അല്ല, ടോട്ടൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഗോൾഡ് ഫോയിലൂടെ പോയത്. കുറച്ച് ആൽഫ പാർട്ടിക്കിൾ മാത്രം ഡിഫ്ലക്റ്റായി സൈഡിലേക്ക് പോയി. ഓരോ 12,000 പാർട്ടിക്കിളും റീബൗണ്ട് ആയതായിട്ട് കാണാൻ പറ്റും. റൈസ്ലിംഗിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ 1 out of 12,000 ഐറ്റംസ് എന്ന് പറയുന്നത് റീബൗണ്ട് ബാക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ. അതുപോലെ ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആറ്റത്തിൻ്റെ ഉള്ളിൽ കൂടുതൽ എംപ്റ്റി സ്പേസ് ആണുള്ളത്. അതുകൊണ്ട് കൂടുതൽ ആൽഫ പാർട്ടിക്കിൾ ഗോൾഡ് ഫോയിലൂടെ പാസ് ചെയ്യുന്നത് ഡിഫ്ലക്റ്റ് ആവാതെയാണ്. രണ്ടാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് പാർട്ടിക്കിൾ മാത്രമാണ് അതിൻ്റെ പാത്തിൽ ഡിഫ്ലക്റ്റ് ആവുന്നത്.
അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജ് ചെറിയ സ്പേസിൽ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ്. അതായത് ആറ്റത്തിൽ ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു ചെറിയ സ്പേസിൽ പോസിറ്റീവ് ചാർജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ആ ഒരു പാത്തിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. ചെറിയ ഫ്രാക്ഷനിൽ മാത്രം ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് 180 ഡിഗ്രിയിലാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗോൾഡ് ആറ്റത്തിൻ്റെ പോസിറ്റീവും മാസും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആറ്റത്തിനുള്ളിലുള്ള സ്മോൾ വോള്യത്തിലുള്ളതാണ്. അതായത് ആറ്റത്തിനുള്ളിലുള്ള സ്മോൾ വോള്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഗോൾഡ് ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജും മാസും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ആ ഒരു ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. ഈ ഡാറ്റയിൽ അദ്ദേഹം ന്യൂക്ലിയസിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 10⁵ ലെസ് ദാൻ ദ റേഡിയസ് ഓഫ് ദ ആറ്റം എന്നാണ് അദ്ദേഹം കമ്പയർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു അദ്ദേഹം മുന്നോട്ട് വെച്ചതാണ് ന്യൂക്ലിയർ മോഡൽ എന്ന് പറയുന്നത്. ഈ ഒരു ന്യൂക്ലിയർ മോഡലിൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള സെൻറ്ററിനെ, ആറ്റത്തിൻ്റെ സെൻറ്ററിനെയാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. നിയർലി ഓൾ മാസസ് ഓഫ് ആറ്റം റിസൈഡ്സ് ഇൻ ദ ന്യൂക്ലിയസ്. ഇലക്ട്രോൺസ് റിവോൾവ് എറൗണ്ട് ദ ന്യൂക്ലിയർ പാത്ത്, അതിനെയാണ് ഇൻ ദ സർക്കുലർ പാത്ത്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് എറൗണ്ടായിട്ട് റിവോൾവ് ചെയ്യുന്നുണ്ട് ഒരു സർക്കുലർ പാത്തിൽ. സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് വെരി സ്മോൾ ആസ് കമ്പയർ ടു ദി സൈസ് ഓഫ് ദ ആറ്റം. അതായത് ന്യൂക്ലിയസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ സൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഇതിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് റിവോൾവ് ചെയ്യുന്നുണ്ട് ന്യൂക്ലിയസിന് എറൗണ്ടായിട്ട്. അതെന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജഡാണ്. അപ്പോൾ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് റിവോൾവ് ചെയ്യുന്നത് ന്യൂക്ലിയസിലാണ്. അത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ എമിറ്റ് ചെയ്യും. അപ്പോൾ എനർജി ലൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ന്യൂക്ലിയസ് ആയിട്ട് ക്ലോസ് ആവുകയും ആ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോണ് ന്യൂക്ലിയസിലേക്ക് കൊളാപ്സ് ചെയ്യണം. പക്ഷേ ഇത് ഈ ഒരു ആറ്റത്തിൽ നടക്കുന്നില്ല. ഇത് റുദർഫോർഡിൻ്റെ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫെയിലായിട്ടുണ്ട്. റുദർഫോർഡ് മോഡലിനെ പറ്റി ഇപ്പോൾ ജസ്റ്റ് കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിൽ ആറ്റം എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ സെൻറ്ററിനെയാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിനെ കമ്പയർ ചെയ്യുമ്പം വളരെ കുറവാണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ മോസ്റ്റ് ഓഫ് ദ മാസ് ആർ കോൺസെൻട്രേറ്റഡ് ദ ന്യൂക്ലിയസ് ഓഫ് ആറ്റം. അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിളും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം മാസ് എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഒരു സർക്കുലാർ പാത്തിൽ റിവോൾവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ആറ്റം മോഡലിനെയാണ് പ്ലാനറ്ററി മോഡൽ എന്ന് പറയുന്നത്. അതായത് റുദർഫോർഡിൻ്റെ മോഡലിനെയാണ് പ്ലാനറ്ററി മോഡൽ എന്ന് പറയുന്നത്. ഇവിടെ സൺ എന്ന് പറയുന്നത് സെൻറ്ററാണ് ഈസ് കമ്പയർ ടു ദ ന്യൂക്ലിയസിനെ കമ്പയർ ചെയ്യുമ്പം സൺ എന്ന് പറയുന്നത് സെൻറ്ററും പ്ലാനറ്റ് എന്ന് പറയുന്നത് ഈ സണ്ണിന് എറൗണ്ടായിട്ട് റിവോൾവ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ എന്താണ് പ്ലാനറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇലക്ട്രോൺസ്. നമ്മളിപ്പം ഒരു ആറ്റത്തിൻ്റെ മോഡൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ പ്ലാനറ്റിൽ എന്താണ് സണ്ണിന് ചുറ്റുമായിട്ട് പ്ലാനറ്റ് റിവോൾവ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആറ്റം മോഡലിനെ പ്ലാനറ്ററി മോഡലായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഓഫ് റുദർഫോർഡ് മോഡൽ ഓഫ് ആൻ ആറ്റം. റുദർഫോർഡ് അറ്റോമിക് മോഡൽ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ഹൗ ദ മൂവിങ് ഇലക്ട്രോൺ കുഡ് റിമെയിൻ ഇറ്റ്സ് ഓർബിറ്റ്. അതായത് ഈ ഒരു ഓർബിറ്റിൽ തന്നെ മൂവിങ് ഇലക്ട്രോൺസ് റിമെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള. ഏതൊരു ചാർജ്ഡ് പാർട്ടിക്കിളും ആക്സിലറേഷൻ്റെ ടൈമിൽ അതിന് എനർജി കിട്ടും. പക്ഷേ റിവോൾവ് ചെയ്യുമ്പോൾ ആ എനർജി ലൂസാവുകയും എന്നിട്ട് അത് എവൻച്വലി ന്യൂക്ലിയസിലേക്ക് ഫാളാവുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ അതിൻ്റെ അർത്ഥം ആറ്റം എന്ന് പറയുന്നത് ഹൈലി അൺസ്റ്റേബിൾ ആണെന്ന്. പക്ഷേ മാറ്റർ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആറ്റവുമായിട്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്, അതായത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മേജർ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റുദർഫോർഡ് അറ്റോമിക് മോഡലിൻ്റെത് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. മോഡൽ ഓഫ് ആറ്റംസ്. ഇവിടെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയസിന് അറൗണ്ടായിട്ടാണ് റിവോൾവ് ചെയ്യുന്നത് ഒരു ഫിക്സഡ് പാത്തിൽ. അതിനെയാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഷെൽ ഹാവ് ഡെഫിനിറ്റ് എനർജി. ഓരോ ഷെല്ലിനും ഒരു ഡെഫിനിറ്റ് എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു ഷെല്ലിനെയൊക്കെ എനർജി ലെവൽസ് എന്നാണ് പറയുന്നത്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് റിവോൾവ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ
എനർജിയിലാണ്. അതെന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ടാവും. ഈ എനർജി ഓഫ് ദ ഷെൽ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയസ് എന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഇൻക്രീസ് ആവും. ഈ ഷെൽസിനൊക്കെ എന്താണ് നമ്പർ ചെയ്തിരിക്കുന്നത് 1, 2, 3 എന്ന് റെപ്രസെൻ്റ് ചെയ്യുക. അതായത് KLMN എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഒന്നുമില്ല, ഈ ഒരു പോയിൻ്റ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് അറൗണ്ടായിട്ട് ഒരു ഫിക്സഡ് പാത്തിൽ റിവോൾവ് ചെയ്യുന്നുണ്ട്, അതായത് ചുറ്റുന്നുണ്ട്. ഇൻ ഈച്ച് ഷെൽ ഹാവ് എ ഡെഫിനിറ്റ് എനർജി. ഓരോ ഷെല്ലിനും എന്താണ് ഓരോ ഡെഫിനിറ്റ് എനർജി ലെവൽസ് ആണുള്ളത്. ആസ് ലോങ് ഇലക്ട്രോൺ റിവോൾവ് ഇൻ പർട്ടിക്കുലർ ഓർബിറ്റ് ഇറ്റ്സ് എനർജി റിമെയിൻ കോൺസ്റ്റൻറ്റ്. അതായത് ഇതിൻ്റെയൊക്കെ എനർജി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഉണ്ടാവുക. എനർജി ഓഫ് ദ ഷെൽ ഇൻക്രീസസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. ന്യൂക്ലിയസ് എന്നുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇൻക്രീസ് ആവും. ദ ഷെൽസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഈസ് നമ്പേർഡ് ആസ് 1, 2, 3 നമ്മൾ നമ്പർ ചെയ്യുകയാണെങ്കിൽ ഇതെന്താണ് K ഷെല്ല്, L ഷെല്ല്, M ഷെല്ല്, N ഷെല്ല്, ഇങ്ങനെയാണ് ഇതിന് നെയിം ചെയ്തിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ ഡിസ്കവറി ഓഫ് ചാർജ്ലെസ് പാർട്ടിക്കിൾ 2 വിത്തിൻ ദ ആറ്റം. അതായത് ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ചാർജസ് പാർട്ടിക്കിളിൻ്റെ ഡിസ്കവറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വൽ മാസ് ഓഫ് ആൻ ആറ്റം ഷുഡ് ബി ഈക്വൽ ടു ദ സം ഓഫ് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ പ്രസൻറ്റ് ഇൻ ഇറ്റ്. അതായത് ഒരു ആറ്റത്തിൻ്റെ ആക്ച്വൽ മാസ് എന്ന് പറയുന്നത് ഷുഡ് ബി ഈക്വൽ ആയിരിക്കണം സം ഓഫ് ദ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ പ്രസൻറ്റ് ഇറ്റ്. സയൻറ്റിസ്റ്റ് റിയലൈസ് ചെയ്തു ഇൻഫാക്ട് ദർ ആർ നോ റിലേഷൻ ബിറ്റ്വീൻ ടോട്ടൽ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. അതായത് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ആറ്റം എന്ന് പറയുന്നത് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ ആക്ച്വൽ മാസാണെന്ന് സയൻറ്റിസ്റ്റ് റിയലൈസ് ചെയ്തു. ഇതിൽ നിന്ന് ഇറ്റ് ക്യാൻ ബി ഇൻഫേർഡ് ദാറ്റ് ന്യൂക്ലിയസ് മേ കണ്ടെയ്ൻ ന്യൂട്രോൺ പാർട്ടിക്കിൾ. അതായത് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കി, അതിൽ ന്യൂട്രൽ പാർട്ടിക്കിൾ ഉണ്ട്. അതിനെന്താണ് ഹാവിങ് ഈക്വൽ മാസ് ഈക്വൽ ടു ദ പ്രോട്ടോൺ പ്രഡിക്റ്റഡ് ബൈ റുദർഫോർഡ് പ്രഡിക്റ്റ് ചെയ്ത ഒരു പ്രോട്ടോണിന് ഈക്വൽ മാസ് ആയിട്ടുള്ള ഒരു ന്യൂട്രൽ പാർട്ടിക്കിൾ ഉണ്ട്. 1932 ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്നത് കൺഫേം ചെയ്തു ന്യൂട്രൽ പാർട്ടിക്കിളിൻ്റെ പ്രസൻസ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പാർട്ടിക്കിളിനെയാണ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത്. മാസ് ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ഹയർ ദാൻ പ്രോട്ടോൺസ് ആണ്. അതായത് ആക്ച്വൽ മാസ് ഓഫ് ആറ്റം എന്ന് പറയുന്നത് ഷുഡ് ബി ഈക്വൽ ടു സം ഓഫ് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ പ്രസൻറ്റ് ഇൻ ഇറ്റ്. അത് ഈക്വൽ ആയിരിക്കണം. അതായത് ഒരു ആറ്റത്തിൻ്റെ ആക്ച്വൽ മാസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പാർട്ടിക്കിളിൻ്റെ മാസിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കണം. സയൻറ്റിസ്റ്റ് റിയലൈസ് ചെയ്ത ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ മാസ് ഓഫ് പാർട്ടിക്കിളുമായിട്ട് ഒരു റിലേഷനും ഇല്ല എന്നുള്ളതാണ്. അതായത് ഇലക്ട്രോണും പ്രോട്ടോണും എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ മാസാണ്, ആക്ച്വൽ മാസാണെന്നുള്ളത് ആണ് അദ്ദേഹം സയൻറ്റിസ്റ്റുകൾ റിയലൈസ് ചെയ്തത്. അപ്പോൾ ഒരു ന്യൂട്രൽ പാർട്ടിക്കിൾ ഉണ്ടെന്നും അതിനൊരു മാസ് ഉണ്ടെന്നും ആ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണിന് ഈക്വൽ ആണെന്ന് റുദർഫോർഡ് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ 1930 ജെയിംസ് ചാഡ്വിക് എന്ന് പറഞ്ഞിട്ടുള്ളത് കൺഫേം ചെയ്ത് ന്യൂട്രൽ പാർട്ടിക്കിളിന് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ളത് അതിനെയാണ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത്. അത് സ്ലൈറ്റ്ലി ഹയർ ആണ് പ്രോട്ടോൺസിനേക്കാൾ. ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ ഓഫ് ആറ്റം. ഒരു ആറ്റത്തിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള പാർട്ടിക്കിൾസാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഈ ഒരു പ്രോട്ടോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലായിട്ടാണ് കാണുക. അതിന് പോസിറ്റീവ് ചാർജാണുള്ളത്. അതിൻ്റെ മാസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ മാസ് എന്ന് പറയുന്ന പ്രാക്ടിക്കൽ പർപ്പസിന് 1U എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇലക്ട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലായിട്ടാണുള്ളത്. അതിന് നെഗറ്റീവ് ചാർജാണ്. അതിൻ്റെ മാസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ന്യൂട്രോൺ എന്ന് പറയുന്നത് എന്താണ്, ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ആണ്. അത് ചാർജ്ലെസ് ആണ്. അതിൻ്റെ മാസാണ് ഇത്. അത് പ്രാക്ടിക്കൽ യൂസിൽ 1U എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്.